നമുക്ക് ഇന്ന് ഓൾറെഡി ഒരു സ്പെഷ്യൽ ദിവസമാണ്. കാരണം ഉണ്ണിയങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ കുറച്ച് എക്സ്ട്രാ സന്തോഷമുള്ള ഒരു കാര്യവും കൂടെ വരാൻ പോവാ. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നതിന് മുന്നേ നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ? നമ്മളിപ്പോ കേട്ടത് ആറന്മുള വഞ്ചിപ്പാട്ടാണ്. ആ പാടിക്കൊണ്ടിരിക്കുന്ന എല്ലാരും അന്വേഷിക്കുന്ന പുള്ളിയാണ് അർജുൻകുട്ടൻ. അർജുൻകുട്ടൻ ഇപ്പൊ ഭയങ്കര വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം കറങ്ങി നടക്കുന്ന ആളാണ്. 3 വയസ്സേ ഉള്ളൂ ആൾക്ക്. അതിന്റെ ഉള്ളിലാണ് ഈ പരിപാടികളൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ കാണാൻ കാത്തിരുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകരെല്ലാരും ഇതാരാണിത് എന്ന് അറിയാനായിട്ട് കാത്തിരുന്ന അർജുൻകുട്ടനെ നമ്മൾ ടോപ്പ് സിംഗർ ഫ്ലോറിൽ കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, കാണാം. വെൽക്കം അർജുൻകുട്ടൻ ഓൺ സ്റ്റേജ്. നമസ്കാരം അർജുൻകുട്ടൻ. നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം എന്ന് പറഞ്ഞു. വൈറൽ അർജുൻകുട്ടൻ അതാണ് അല്ലേ? ഹലോ 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 അങ്ങനെ ഒരു പാട്ടുണ്ടോ? എന്തോ പറയാൻ വന്നത്, അത് നിർത്തി. എന്നുവെച്ചാ അപ്പൊ ഇതാരടാ ഇങ്ങനെയൊക്കെ ഇതൊന്നും കേക്കണ്ടത്, എനിക്കിതൊന്നും കേക്കണ്ടത്. ഉറങ്ങുവാ, കേക്കണ്ട. ഉറങ്ങുവാണോ അർജുൻകുട്ടൻ? അർജുൻ സാരഥി. അർജുൻ സാരഥി വലിയ ആശാനായിട്ട് വന്നിരിക്കുക. ഇതാരെ ഉടുപ്പ് മേടിച്ചെന്നേ? അച്ഛൻ മേടിച്ചാ. ഇത് അച്ഛന് മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. അച്ഛന് മാത്രമേ പറ്റുള്ളൂ. അതെ, സാരഥി എടുത്ത് ചോദിക്കാം. സാരഥി ആരാണ്? അച്ഛന്റെ പേര് സാരഥി എന്നാണ്. എന്റെ പേര് വിനീത് എന്നാണ്. ഈ അർജുൻ സാരഥി എന്നുള്ള അത് ശരിക്കും ഭഗവാനെ ഓർത്തിട്ടാണോ? അതെ, പാർത്ഥസാരഥി എന്നാണ്. പാർത്ഥസാരഥി. അപ്പൊ നമ്മുടെ ഭീഷ്മപർവ്വം എന്ന വഞ്ചിപ്പാട്ടിലെ എന്നെ പാടി ഉറക്കിയിരുന്ന വരികളാണ് അർജുന സാരഥിയായി വിശ്വനാഥൻ അതു നേരം എന്ന് തുടങ്ങുന്നത്. അപ്പൊ കുഞ്ഞുണ്ടാവുമ്പോ എനിക്ക് ആദ്യമായിട്ട് തോന്നിയ ഒരു പേരെന്ന് പറയുന്നത് അർജുൻ സാരഥി എന്ന് പറയുന്നത്. അപ്പം അർജുൻ സാരഥി എന്ന് പറയുന്നത് അർജുന സാരഥി എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ്. അപ്പം ആറന്മുളയപ്പനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് സൂപ്പറാണ്. പിന്നെ ഈ ആശാൻ എങ്ങനെയാണ് ഈ ആശാനായത്? അതെ, നമ്മള് 52 കരകളാണ് ആറന്മുളയിലുള്ളത്. അതില് ചെന്നിത്തല എന്ന് പറയുന്നത് നമുക്കൊരു പള്ളിയോടം ഉണ്ട്. ആ പള്ളിയോടം ഏറ്റവും കൂടുതൽ ദൂരത്തു നിന്ന് പോകുന്ന പള്ളിയോടമാണ്. ഏകദേശം 83 കിലോമീറ്ററോളം ദൂരം 3 നദികളിൽ കൂടി ആറന്മുളയിൽ എത്തുന്നു. അപ്പം കുറെ അധികം സമയം നമുക്ക് വഞ്ചിപ്പാട്ട് പാടാനുള്ള അവസരങ്ങളുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ചടങ്ങുകളുള്ള ഒരു കരയൂടെയാണ് ആറന്മുള പള്ളിയോടങ്ങളിൽ വെച്ചിട്ട്. ഈ പള്ളിയോടങ്ങളുടെ എല്ലാ ചടങ്ങുകളിലും ഇവൻ ജനിച്ചപ്പോൾ മുതൽ ഭാഗമാവുന്നുണ്ട്. അപ്പം ഇവൻ ആ ജീനിലുള്ളത്, ബ്ലഡിലുള്ളത് കൊണ്ട് ഇവൻ ആ വരികളെല്ലാം സ്വായത്തമാക്കുകയും സ്വന്തമായിട്ട് ഇതെല്ലാം പഠിച്ചതാണ് ഈ 3 വയസ്സിൽ. വലിയ സ്ഥിതിയാണ്. അമ്മ പറയുന്നില്ലല്ലോ. അതെ, അമ്മ മിണ്ടാതെ ഇരിക്കുകയാണ്. ഇത് എന്റെ വൈഫ് വീണ. അതെ അതെ അതെ, അർജുനന്റെ അമ്മ. അതെ, അർജുനന്റെ അമ്മ എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. കുഞ്ഞ് ഗർഭാവസ്ഥയിൽ തന്നെ നമ്മള് പാട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുമായിരുന്നു. ഞാൻ ഒരു കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് വീട്ടിലായിരുന്നു. എന്റെ വീട് ആലപ്പുഴയില. അപ്പം അങ്ങനെ നമ്മൾ കേൾപ്പിക്കുമായിരുന്നു. അപ്പം നമുക്ക് വയറ്റിനുള്ളിൽ നല്ലതായിട്ട് കിക്ക് ചെയ്യുമായിരുന്നു. അന്നേ ഞാൻ പറയുന്നു, കുഞ്ഞ് പാട്ട് കേട്ട് നല്ലതായിട്ട് കിക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ജനിച്ചപ്പോ തൊട്ട് കുഞ്ഞ് കേൾക്കുന്നത് വഞ്ചിപ്പാട്ടാണ്. ആ വഞ്ചിപ്പാട്ടിന്റെ ഇതാ കേട്ട് കേട്ട് നമ്മള് പിന്നെ അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങിനാണേലും ചേട്ടന്റെ ഗുരുനാഥനാണ് കുഞ്ഞിനെ പാട്ടുപാടിയാണ് വീടിനുള്ളിലേക്ക് കയറ്റിയത്. അപ്പൊ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ കുഞ്ഞ് കേട്ട് 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 അതിങ്ങനെ പഠിക്കുകയായിരുന്നു. ചേട്ടനും പാടുന്നതാണ്. അപ്പം ആ ഒരു ഇത് കൊണ്ട് കുഞ്ഞ് പഠിച്ച് പഠിച്ച് ഇങ്ങനെ ഇറങ്ങി പോകുക. തലയിലൊക്കെ കെട്ടി റെഡിയാണ്. ഇനി പാടാൻ റെഡിയാണ്. പാട്ട് പാടാം നമുക്ക്. പാട്ട് പാടാമോ? പാട്ട് പാടാം. ഇങ്ങനെ നിന്നോ. ഗോവിന്ദ പാടിയോ? ഗോവിന്ദ 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 തിരുവാല മൂല
തകതൈതൈതോ തിരുവാളൻ മൂലവായും തിത്തത്താദിത്തൈതൈ തിരുവാളൻ മൂലവായും നാരായണപാദം തിരുവാറൻ മൂളെ വാഴും നാരായണപാദം തിരുവാറൻ മൂളെ വാഴും നാരായണപാദം ചെയ്തൈ തകത ീതകതോ തീയതിത്തോ ദിത്തോ ദിഗിതോ വിശ്വനാഥൻ നായരിന്റെ ചെയ്തൈ തകതൈതൈതോ വിശ്വനാഥൻ നായരിന്റെ സിദ്ധത്താദിത്തൈതൈ വിശ്വനാഥൻ നായരിന്റെ വിറ്റുചേച്ച് ഒങ്ങുണങ്ങൾ വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു അർജുന, അർജുന. ആസനം പുറ്റാരു ഇല്ലൻ ആസനം പുറ്റാരു ഇല്ലൻ ആദരം പുറ്റാരൂരില്ല അച്ഛനാഥൈ ആശ്രയം മറ്റാരുമില്ലൻ അച്യുതനാണേതൈ ആശ്രയം മറ്റാരുമില്ലൻ അച്യുതനാണേ ഓ ദൈതൈ തകത ീതകതോ തീയതിത്തോ ദിത്തോ ദിഗിതോ. ആഹാ. അയ്യോ, അടിപൊളി. ഇപ്പൊ നമ്മൾ കേട്ടത് നദോന്നത വൃത്തത്തിലുള്ള അതെ, വഞ്ചിപ്പാട്ടാണ്. നദോന്നത. ഇനി ഒരു വഞ്ചിപ്പാട്ട് ഇവിടെ ഉണ്ട്, വെച്ചുപാട്ടെന്ന് പറയും. അത് കാകളി വൃത്തത്തിലാണ്. ഇത് ശരിക്ക് വിശ്വനാഥൻ തന്നെയാണ് കേട്ടോ. ആ വിശ്വം ആ, വിശ്വത്തിന്റെ നാഥൻ ഇങ്ങനെ വന്നിരിക്കുക, ഈ രൂപത്തിൽ വന്നിരിക്കുകയാണ്. ഇതിപ്പോ പാടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് അർജുന് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നില്ലേ, അതെ, അതെ. ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നില്ലേ? അതെ അതെ. അപ്പൊ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോ നമ്മള് നന്ദഗോവിന്ദം എന്ന് പറഞ്ഞ ഭജൻസ് ഉണ്ടായിരുന്നു. അവര് നമ്മുടെ അവിടെ വന്ന് പരിപാടി അവതരിപ്പിച്ചു. അന്നാണ് ഇവന്റെ ഒരു വീഡിയോ വൈറലാവുന്നത്. അപ്പൊ ആ വൈറലായതിനകത്ത് മൊത്തം കമന്റ്സും വന്നേക്കുന്നത് സാക്ഷാൽ പാർത്ഥസാരഥി വന്ന് പാടുന്നു എന്നുള്ള രീതിയിലാണ്. അതുപോലത്തെ ഫീലാണ് നമുക്ക് ഇവിടെ ഇരിമ കിട്ടുന്നത് അല്ലേ? കിട്ടുന്നത്. സുനിച്ചേട്ടാ? അതെ. ഇനി ഒരു 2 വരി ആ വെച്ചുപാട്ടിലെ ആ, അതെ. വെച്ചുപാട്ട്. അച്ചു അച്ചു ശ്രീപത്മനാഭ ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക അയ്യ തകുധീ തത്താരീതോ തത്താരീതോ നാരായണ നിന്നെ കാണുമാറാകണം നാരായണ നിന്നെ കാണുമാറാകണം അയ്യ തകുധീ തത്താരീതോ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരേ. അയ്യോ. പോവാ. മതി, കഴിഞ്ഞു. അതെ. ഇതാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരും കൂടി. ഇത് ആദിത്യൻ, ഹലോ, ഹലോ. ഐരൂർ എന്ന കരയുണ്ട്, ആ. അവിടുത്തെ വഞ്ചിപ്പാട്ട് കലാകാരനാണ്. നമസ്കാരം ആദിത്യൻ. ഇത് ഹരി എന്ന് പറയും. ഹരി നമസ്കാരം. മംഗലം കര. മംഗലം. ഈ 52 കരകളിൽ ഓരോരുത്തർ അതാണ്. അപ്പം കൂടെ 2 പേരൂടെ നമ്മുടെ കൂടെ ഇവന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അല്ല, ടോപ്പ് സിംഗറിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒത്തിരി ഒത്തിരി നല്ല മുഹൂർത്തങ്ങളുണ്ട്. അതെ. അതിൽ വളരെ ഈശ്വരീയമായിട്ടുള്ള ഒരു മുഹൂർത്തമാണിത്. സന്തോഷം. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് ഇത്രയധികം ടാലന്റ്, അത് മാത്രമല്ല അവൻ പോലും അറിയുന്നില്ല അവൻ എന്താണ് പാടുന്നത്, വളരെ പറയുന്നത്. വളരെ ഇന്നസെന്റ് ആയിട്ടാ ചെയ്യുന്നത്. പക്ഷെ ടൈമിംഗ് കണ്ടോ കറക്റ്റ്. സാറേ അത് എല്ലാ കുട്ടികളും പാടുമായിരിക്കും, ഇവൻ പാടുമെന്നുള്ളത് ഉറപ്പായിരുന്നു.
പക്ഷെ ഇവൻ ആ താളബോധം കിട്ടിയപ്പോഴാണ് അതാണ്. ആ കയ്യടി, അതിനകത്ത് അവന്റെ കയ്യടി എന്നുള്ളത് ആ താളമാണ്. ഇപ്പൊ തന്നെ അതിനനുസരിച്ച് ബോഡി ലാംഗ്വേജ് മാറുകയാണ്. അതെ അതെ. അതാണ്. അത് മാത്രമല്ല ഈ നമ്മള് ബാക്ക് പാടുന്നവർ നിർത്തുന്നത് എപ്പോഴാണ്, തുടങ്ങുന്നത് എപ്പോഴാണ്, ആ ഒരു സെൻസ് കിട്ടിയതാണ്. ആ സെൻസ് കിട്ടിയാലാണ് ഭഗവാനോടുള്ള പ്രാർത്ഥന അല്ല, അനുഗ്രഹം. നമുക്കൊക്കെ നോൺ സെൻസ് ആണുള്ളത്, അവിടെ സെൻസ് ആണുള്ളത്. വടംവലിയുണ്ട് പോരാത്തിന് കേട്ടോ. സ്പോർട്ട് വടംവലി. ഒരു എന്താ വേണമെന്ന് പറഞ്ഞ ഇപ്പൊ എന്നോട് എന്ത് വേണമെന്നാ പറഞ്ഞൊന്ന് പറഞ്ഞാ തരും. ഇപ്പൊ എം ജെ ഞങ്ങൾ തരും. ഞങ്ങൾ തരും. ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ? എമ്മ ചോദിച്ചല്ലേ അയ്യോ, എന്നോട് എന്നാ തരുമോന്നാ ചോദിച്ചേ ഇപ്പം. കുറച്ച് ചോക്ലേറ്റോ ചോക്ലേറ്റ് വേണമല്ലേ? ചോക്ലേറ്റ് ഇതിനകത്ത് തരും. നമ്മുടെ വള്ളസദ്യ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഒക്ടോബർ 2 വരെ ഉണ്ട്. അപ്പൊ വള്ളസദ്യയില് ഈ വിഭവങ്ങൾ ഇങ്ങനെ ചോദിച്ചാണ് നമ്മള് ആവശ്യപ്പെടുന്നത് പള്ളക്കാര്. അപ്പൊ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇത് അതിലെ ഒരു വരിയും കൂടെ ഇവൻ പറയുന്നതായിരിക്കും. തിരുവാറന്മുളയപ്പന്റെ തിമ്മലപ്പനുണ്ട് തിരുവാമിച്ചനുണ്ട് ആടന്നെ അതുകൊണ്ടോ എന്ന് പറയുമ്പോ വഴിപാടുകാര് നമുക്ക് ആ പായസം കൊടുത്തരും. അപ്പൊ അതും ഇവൻ അത് കേട്ട് ബുദ്ധിസമാക്കിയെന്നുള്ളതാണ്. മിടുക്കനാണ്, ഗംഭീരനാണ്. ആ അച്ഛൻ വേണം എല്ലാം അല്ല, ഭയങ്കര ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത് സിദ്ധിയുള്ള ഒരു കുട്ടിയാണ് അല്ലേ? ഇവിടെ എല്ലാരും കൂടെ വന്നത് വളരെയധികം സന്തോഷമാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. താങ്ക് യു. പിന്നെ ലാലേട്ടനെ ഭയങ്കര ഇഷ്ടം കേട്ടോ. നെഞ്ചിനകത്ത് നെഞ്ച് വിരിച്ച് ഈശ വിരിച്ച് ബൈക്ക് എടുത്ത് ചോക്ലേറ്റ് വേണ്ടേ? ചോക്ലേറ്റ് വേണം പറ. ചോക്ലേറ്റ് വേണ്ടേ? ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഞാൻ കൊണ്ടുപോയി ചോക്ലേറ്റ് മേടിച്ചോണ്ട് തരാം. ചോക്ലേറ്റ് തരും. ചോക്ലേറ്റ് തരും. അതിനകത്ത് ചോക്ലേറ്റ് ഇല്ല. ചോക്ലേറ്റ് വരും. ചോക്ലേറ്റ് ഇപ്പൊ വരും. എവിടെ നിന്ന് വരും അറിയാമോ? മാനത്തുനിന്ന് വരും. ചോക്ലേറ്റ് ഇങ്ങനെ വരും. വരട്ടെ, ചോക്ലേറ്റ് വരട്ടെ. വരട്ടെ വരട്ടെ. വരട്ടെ. മാനത്തിൽ നിന്ന് ഇങ്ങനെ ചോക്ലേറ്റ് ഇതെല്ലാം അർജുനനുള്ളതാണ്. FJ sir ഒന്നും എടുക്കണ്ട, ഇതെല്ലാം എന്റേതാ. തൊട്ടുപോയിരുന്നു. ഓക്കെ, അപ്പൊ മോൻ വലിയ ഒരു കലാകാരനാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം സാർ. എല്ലാവിധ ആശംസകളും നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും. ഉണ്ണി സാറിനെയും ജയചന്ദ്ര സാറിനെയും ആര്യ കാണാൻ പറ്റിയത് ഭയങ്കര Thank you. സന്തോഷമുണ്ട്. ഈ ഞങ്ങൾക്കും. ഫ്ലോറില് ഇവന്റെ പേരില് എത്താൻ പറ്റിയത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ജന്മപുണ്യം. അതൊരു വലിയൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് വാസ്തവത്തിൽ. ഇന്ന് സന്തോഷം സന്തോഷം സന്തോഷം. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. സിദ്ധിയുള്ള കുട്ടിയാണ്. അപ്പോ വളരെ സന്തോഷം. സന്തോഷം. അർജുന, ടാറ്റാ. ഉമ്മ, അപ്പൊ ഉമ്മ. ടാറ്റാ. ഓക്കെ, ടാറ്റാ. ഓക്കെ, ടാറ്റാ. ടാറ്റാ. താങ്ക് ചേച്ചി, യു. ചേട്ടാ, ബൈ. thank you.